Meet the editors. അതിർത്തിയിൽ ആശ്വാസമോ എന്നാണ് ചോദ്യം. സ്മൃതി, അതിർത്തിയിൽ എന്തായാലും ആശ്വാസമാണ്. നമ്മൾ വളരെ സംഘർഷഭരിതമായ പിരിമുറുക്കം നിറഞ്ഞ മൊമെൻറ്റിലായിരുന്നല്ലോ. സ്മൃതി എത്തി അമേരിക്കയിൽ നിന്ന് ഇന്ത്യക്ക് സമാധാനം കിട്ടി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? സ്മൃതി ബുള്ളറ്റിൻ വായിച്ചിരിക്കുന്ന ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഡൊണാൾഡ് ട്രംപിൻ്റെ ട്വീറ്റ് റോയിറ്റേഴ്സ് വരുന്നത് നമ്മൾ റിപ്പോർട്ട് ചെയ്തു. പിന്നെ വളരെ പെട്ടെന്ന് സമാധാനത്തിലേക്ക് കാര്യങ്ങൾ വന്നു. അതിർത്തിയിൽ ആശ്വാസമാണോ? അതിർത്തിയിൽ ആശ്വാസമാണ്. അത് എല്ലാ കാലത്തേക്കുള്ള ആശ്വാസം എന്ന് പറയാറായിട്ടില്ല. കാരണം സൈനിക തലത്തിലുള്ള ചർച്ച മാത്രമേ നടന്നിട്ടുള്ളൂ. ആ ചർച്ച എന്ന് പറയുന്നത് കൃത്യം 3:35 പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് വിളിക്കുന്നു, അതിൽ സംസാരിക്കും, നമ്മൾ അങ്ങോട്ട് സംസാരിക്കുന്നു, അതുമേൽ തീരുമാനമാകുന്നു എന്നാണ് അറിയുന്നത്. ആ വാർത്ത നമ്മൾ അറിയുന്നത് എപ്പോഴാണ്? ഡൊണാൾഡ് ട്രംപിൻ്റെ ട്വീറ്റിലൂടെയാണ്. ഡൊണാൾഡ് ട്രംപ് പറയുന്നത് രാത്രി മുഴുവൻ നീണ്ട ചർച്ചകൾക്കൊടുവിൽ, ഞങ്ങളുടെ മാധ്യസ്ഥ ചർച്ചകൾക്കൊടുവിൽ ഇതാ സമാധാനം വന്നിരിക്കുന്നു, ബുദ്ധിപരമായ തീരുമാനമെടുത്ത 2 രാജ്യങ്ങൾക്കും അഭിനന്ദനങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് ആയതുകൊണ്ട് നമുക്ക് വിശ്വസനീയമാണോ, ഇതൊരു വെറും തള്ളു ഭാഷയാണോ നമുക്കറിയില്ല. പലപ്പോഴും ഡൊണാൾഡ് ട്രംപ് അങ്ങനെ വീരവാദം മുഴക്കുന്ന ഒരാളാണ്. പക്ഷേ തൊട്ടു പിന്നാലെ തന്നെ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറിയുടെ പ്രതികരണവും വരുന്നു. ആ പ്രതികരണം എന്ന് പറയുന്നത് നിരന്തരം ആരൊക്കെയായിട്ട് ചർച്ച നടത്തിയെന്നുള്ള കൃത്യമായി പറയുകയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി, പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി, അവിടുത്തെ വിദേശകാര്യമന്ത്രി, ഇവിടുത്തെ വിദേശകാര്യ മന്ത്രി, അതോടൊപ്പം അവിടുത്തെ സൈനിക മേധാവി, ഇവിടെ അജിത് ഡോവൽ, ഇവരോടൊക്കെ ആയിട്ട് ചർച്ച നടത്തിയിരിക്കുന്നു. അതിനുശേഷം എടുത്തിരിക്കുന്ന തീരുമാനം എന്നാണ് പറയുന്നത്. നമുക്ക് ഒരു 6 മണിയോടെ അടുത്താണല്ലോ ഈ ഒരു പ്രഖ്യാപനം വിദേശകാര്യ സെക്രട്ടറിയുടെ വരുന്നത്. വിക്രം മിശ്രയുടെ പ്രതികരണം ഒരു 3-4 വരിയിൽ അവസാനിക്കുകയാണ്. ആ പ്രതികരണം എന്ന് പറയുന്നത് വെടിനിർത്തലിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അത് വ്യോമ, കര, നാവിക മേഖലയിലൊന്നും ഇനി ഒരു തരത്തിലും ഏറ്റുമുട്ടലുണ്ടാകില്ല എന്ന കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു. ഇനിയും അടുത്ത ഡിജിയുമ തലത്തിലുള്ള ചർച്ച എന്ന് പറയുന്നത് മറ്റന്നാൾ ആയിരിക്കും എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അപ്പോൾ നമുക്കിനി അറിയേണ്ട കാര്യങ്ങളിലേക്ക് കടക്കേണ്ട സമയമായിരിക്കുന്നു. കാരണം ഇതുവരെയും രാജ്യം ഒറ്റക്കെട്ടായി പ്രതിരോധം തീർക്കുകയായിരുന്നു. ഒരു തരത്തിലും എതിർ ശബ്ദങ്ങളില്ലാതെ വളരെ പക്വമായ സമീപനം ഇവിടെ സർക്കാരും അതോടൊപ്പം തന്നെ പ്രതിപക്ഷവും നടത്തിയിട്ടുണ്ട്. കാരണം പ്രധാനമന്ത്രി ആദ്യഘട്ടത്തിൽ നടത്തിയ അത് പുറത്ത് ഒരു പ്രസംഗത്തിലാണോ, ബീഹാറിലാണോ ഒരു പ്രസംഗം നടത്തേണ്ടത് എന്നുള്ള ചർച്ചകളൊക്കെ നടന്നെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അവസാനിച്ചു. അതിനുശേഷം പ്രധാനമന്ത്രി ആ കാര്യങ്ങൾ മുഴുവൻ സൈന്യത്തെ ഏൽപ്പിക്കുന്നു എന്ന് പറയുന്നു. സൈന്യമാണ് പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതിനിടയ്ക്കുള്ള വീരവാദങ്ങളോ പ്രതികരണങ്ങളോ ഒന്നും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഒരു നേതാവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതേസമയം പാകിസ്ഥാനിൽ നമ്മൾ തുടർച്ചയായി അത് കേൾക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ പക്വമായ സമീപനം നമ്മൾ എടുക്കുന്നു. നോക്കൂ, ഇത് ആദ്യത്തെ ആക്രമണം ഉണ്ടാകുന്നത്, ഇവിടെ പഹൽഗാമിൽ ആക്രമണം നടക്കുന്നത് എന്നാണ്? ഏപ്രിൽ 22-നാണ്. അതിന് കൃത്യം 15-ാം ദിവസമാണ് ഇന്ത്യ ഒരു തിരിച്ചടിയിലേക്ക് പോകുന്നത്. കാരണം ആ സംഭവത്തിന് ശേഷവും ഒരു തിരിച്ചടി എന്ന ആലോചനയിലേക്കല്ല, നിങ്ങൾ ഇനി ചെയ്യരുത് എന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇന്ത്യ നടത്തിയിരുന്നത്. പക്ഷേ വീണ്ടും അതിർത്തിയിൽ നിരന്തരമായ പ്രകോപനങ്ങൾ ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഒരു 15-ാം ദിവസം ഒരു തിരിച്ചടി എന്ന തീരുമാനത്തിലേക്ക് ഇന്ത്യ എത്തുന്നത്. ആ തിരിച്ചടി നടത്തുന്നത് എവിടേക്കാണ്? പാകിസ്ഥാൻ്റെ സൈനിക കേന്ദ്രങ്ങളിലേക്കും അവിടുത്തെ ഭീകരരുടെ താവളങ്ങളിലേക്കുമാണ് ആക്രമണം നടത്തിയത്. അതിൽ 70ഓളം ഭീകരർ കൊല്ലപ്പെട്ടെന്ന് പറയുന്നു. ഇന്നിപ്പോൾ 5 ഭീകരരുടെ പേരുകളടക്കം പുറത്തു വരുന്നു. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതേസമയം പാകിസ്ഥാൻ അവിടെ നിന്നും തെറ്റായ വിവരങ്ങൾ പറയുന്നു. ഇന്നിപ്പോൾ 2 തവണ വാർത്താസമ്മേളനം നടത്തുന്നുണ്ടല്ലോ സൈനിക വൃത്തങ്ങൾ. 2 തവണത്തെ വാർത്താസമ്മേളനത്തിലും ആവർത്തിച്ച് പറയുന്ന തെറ്റായ വിവരങ്ങൾ പാകിസ്ഥാൻ തുടർച്ചയായി പറയുന്നു. അത് തെറ്റാണെന്ന് തെളിയിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വാർത്താസമ്മേളനത്തിലൂടെ അറിയിക്കുന്നു. ഇന്നിപ്പോൾ വാർത്താസമ്മേളനം നടത്തിയിരിക്കുന്ന 3 സൈനിക ഉദ്യോഗസ്ഥർ എന്ന് പറയുന്ന സോഫിയ ഖുറേഷി, വ്യോമിക സിംഗ്, ഒപ്പം തന്നെ മലയാളിയായ രഘു ആർ നായർ, ഇവർ 3 പേരാണ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്. അപ്പോൾ തുടക്കത്തിൽ ഈ വെടിനിർത്തൽ എന്ന തീരുമാനം പറഞ്ഞ ശേഷം എങ്ങനെയൊക്കെയാണ് പാകിസ്ഥാൻ പ്രകോപനം ഉണ്ടാക്കിയത്, പാകിസ്ഥാൻ നമ്മളെ ആക്രമിച്ച് നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തു എന്ന് പറയുന്നത് തെറ്റാണെന്നുള്ള കാര്യം ഒന്നുകൂടി വിശദീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതേസമയം നമ്മൾ സുസജ്ജമാണ്. ഇന്ന് രാവിലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇന്ത്യയിലേക്ക് അവർ കടന്നിരിക്കുന്നു, ഇന്ത്യ ലക്ഷ്യമിട്ട് പാക് സേന വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏത് ഘട്ടത്തിലും സുസജ്ജമാണ് നമ്മൾ തിരിച്ചടി നൽകാൻ അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ എന്ന് പറയുന്നു. വൈകുന്നേരമായപ്പോഴേക്കും നമ്മൾ കേൾക്കുന്ന പ്രതികരണം എന്നുള്ളത് ഇനിയുള്ള ഏത് ഭീകരാക്രമണത്തെയും ഇന്ത്യ യുദ്ധമായി കണക്കാക്കുമെന്നുള്ളതാണ്. യുദ്ധം എന്ന് പറഞ്ഞാൽ ആ യുദ്ധത്തിന് യുദ്ധമായി തന്നെ മറുപടി നൽകുമെന്നുള്ളതാണ്. ഈ പ്രതികരണം നടത്തുമ്പോഴും അപ്പുറത്ത് ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അമേരിക്ക മാധ്യസ്ഥം വഹിച്ചിട്ടില്ല എന്ന് ഇന്ത്യക്ക് പറയാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ വിദേശകാര്യ മന്ത്രി ഇത് പറയുമ്പോൾ പാകിസ്ഥാൻ വിളിച്ചപ്പോൾ നമ്മൾ സംസാരിച്ചു എന്ന രൂപത്തിൽ പറയുന്നു. പക്ഷേ അമേരിക്ക അതിൽ ഇടപെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ്. നമ്മൾ ഈ കാര്യത്തിൽ ലോകരാജ്യങ്ങളിൽ പിന്തുണ തേടിയിരുന്നു.
ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പിന്തുണ നേടിയിരുന്നു. പക്ഷേ ഒരു മാധ്യസ്ഥം നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല. മാധ്യസ്ഥം എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് നടാടെയുള്ള കാര്യമാണ്. ഇന്ത്യ ഒരു കാലഘട്ടത്തിലും കശ്മീർ വിഷയത്തിൽ ഇന്ത്യ തന്നെ തീരുമാനിക്കുക, അല്ലെങ്കിൽ ആഭ്യന്തര ഉഭയകക്ഷി ചർച്ചകൾ അതല്ലാതെ മറ്റൊരു രാജ്യത്തെ ഇടപെടിച്ചിട്ടില്ല, അല്ലേ? ഇതിൽ നമ്മൾ പിന്തുണ തേടിയിരുന്നത് ഈ ആക്രമണം നടത്തുമ്പോൾ അപലപിക്കുക, പാകിസ്ഥാൻ സഹായം ചെയ്യാതിരിക്കുക, നമ്മുടെ ഉപരോധങ്ങളെ എതിർക്കാതിരിക്കുക, ഇതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിൽ ഒരു മാധ്യസ്ഥം വഹിച്ചിട്ടുണ്ട്. ആ മാധ്യസ്ഥം വഹിച്ചിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ട്രംപ് പറയുകയാണ്. ട്രംപ് പല കാര്യങ്ങളാൽ രാജ്യത്തിനകത്ത് അമേരിക്കയിൽ നടത്തിയിരിക്കുന്ന പല തീരുമാനങ്ങളിലും അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുമായി എടുത്തിരിക്കുന്ന പല കരാറുകളുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു ചീത്തപ്പേര് കേൾക്കുന്നതിനിടയിലാണ് ഇങ്ങനെയൊരു മാധ്യസ്ഥം വഹിച്ചു എന്നൊരു അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ ട്രംപിന് വലിയ അഭിനന്ദനം നേടിക്കൊടുക്കുന്ന ഒരു തീരുമാനം അവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലൊരു വ്യക്തത വേണ്ടതുണ്ട്. നമ്മൾ ഇപ്പോൾ 71 ഇതേ രൂപത്തിൽ തന്നെ അമേരിക്ക നമ്മുടെ കാര്യത്തിൽ ഇടപെട്ടതാണ്. പാകിസ്ഥാന് വേണ്ടിയിട്ട് അന്ന് റിച്ചാർഡ് നിക്സൺ സംസാരിച്ചു പാകിസ്ഥാന് വേണ്ടിയിട്ട് ഇന്ദിരാഗാന്ധിയോട്. അന്ന് ഇന്ദിരാഗാന്ധി പറഞ്ഞു, ഞങ്ങളുടെ കാര്യം നോക്കണം, ഞങ്ങൾക്കറിയാം, ഇടപെടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആഭ്യന്തര കാര്യങ്ങൾ അല്ലെങ്കിൽ ഉഭയകക്ഷി കാര്യങ്ങൾ മറ്റു രാജ്യങ്ങളിൽ ഇടപെടിക്കാറില്ല. അങ്ങനെ ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ എന്താണ് ആ ഉപാധി? ഇപ്പോൾ പെട്ടെന്ന് വെടിനിർത്തലിലേക്ക് വരുമ്പോൾ എന്ത് കാരണത്താലാണ് ആ വെടിനിർത്തലിന് പാകിസ്ഥാൻ തയ്യാറായിരിക്കുന്നത്? ഇന്ന് പകൽ വരെ നടത്തിയിരിക്കുന്ന ആക്രമണങ്ങൾ, അല്ലേ, പലയിടത്തുനിന്നും അവർ എയ്തുവിട്ട ആയുധങ്ങളുടെ അവശിഷ്ടങ്ങൾ കിട്ടുകയാണ്. ദാൽ തടാകത്തിൽ നിന്നടക്കം. അപ്പോൾ അതുവരെ ഇന്ന് സംഭവിച്ചിരിക്കുന്നു. നമ്മുടെ കൊച്ചു കുട്ടികളടക്കം മരിച്ചിരിക്കുന്നു കശ്മീരിൽ. സ്കൂളിന് നേരെ ആക്രമണം നടന്നിരിക്കുന്നു. കിടന്നുറങ്ങിയായിരുന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ മരിച്ചിരിക്കുന്നു കശ്മീരിൽ. ഇതൊക്കെ ഇന്നലെ രാത്രി സംഭവിച്ച കാര്യങ്ങളാണ്. അപ്പോൾ എന്താണ് അവർക്ക് പെട്ടെന്നൊരു മാനസാന്തരം വരുന്നത്? മാനസാന്തരം അല്ലെങ്കിൽ എന്ത് ഉപാധിയിലാണ് അവരത് വേണ്ട എന്ന് വെച്ചിരിക്കുന്നത്? ഈ പാകിസ്ഥാനിലെ ആഭ്യന്തര സംഘർഷങ്ങൾ ഒരു കാരണമായി പറയാം. അവിടെ ഇപ്പോൾ ഈ പറയുന്ന ബലൂചിസ്ഥാൻ, അല്ലെ, അവരുടെ ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ പ്രതിഷേധം അവിടെ ഒരു വശത്ത് നടക്കുന്നു. അതോടൊപ്പം തന്നെ ഇമ്രാൻഖാനെ പുറത്തിറക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തെഹ്രീക്ക് ഇൻസാഫിന്റെ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നു. പക്ഷെ ഇതൊന്നും പാകിസ്ഥാന് പുതുമയുള്ള കാര്യമല്ലെന്നേ. ഇത് അങ്ങനെ തന്നെ ആഭ്യന്തര സംഘർഷം അവിടെ തുടരുന്നുണ്ട്. അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലേക്ക് ആക്രമണം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഇന്നും ഇന്നലെയും സംഭവിച്ചിരിക്കുന്ന കാര്യമല്ല. അപ്പോൾ അത് അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് പാകിസ്ഥാൻ വന്നതല്ല. അപ്പോൾ എന്ത് ഉപാധിന്മേലാണ് ആ കാര്യങ്ങൾ നടന്നത്? ഇനിയാണ് നമുക്ക് ആഭ്യന്തരമായി കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ട സമയം. ഇനി സർക്കാർ ഈ കാര്യത്തിൽ ഇപ്പോൾ കോൺഗ്രസ് ആവശ്യപ്പെട്ടതുപോലെ ഉടൻ തന്നെ ഒരു ചർച്ച പാർലമെന്റ് വിളിച്ചുകൂട്ടുകയോ അല്ലെങ്കിൽ സർവകക്ഷി യോഗം ചേരുകയോ വേണം. ഈ കാര്യങ്ങൾ അറിയിക്കേണ്ടതുണ്ട്. ഏത് ഉപാധിയിൽ മേലാണ്? അതല്ല ഇനി നമ്മുടെ നീക്കം എന്താണ്? ഇപ്പോൾ നമ്മൾ ഒരുപാട് ഉപരോധങ്ങൾ വെച്ചിട്ടുണ്ടല്ലോ. പാകിസ്ഥാൻ ഉപരോധങ്ങളുണ്ട്. വ്യോമപാത നമുക്ക് തടഞ്ഞിരിക്കുന്നു. നമുക്ക് എത്രത്തോളം ബുദ്ധിമുട്ടാണ് വ്യോമപാത തടയുന്നത്. അതേസമയം നമ്മളിവിടെ സിന്ധു നദീജല കരാർ താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അതിനുമേൽ തീരുമാനമുണ്ടോ? അതൊക്കെ അതേപോലെ തുടരുകയാണോ? ഇതിലൊക്കെ ആ വ്യക്തതകളാണ് ഇനി ലഭിക്കേണ്ടത്. 12-ാം തീയതി നടക്കാൻ പോകുന്നത് സൈനികതല ചർച്ച മാത്രമാണ്. 2 രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ചർച്ച എന്ന് അതിനെ പറയാൻ പറ്റില്ല. അതിൽ ഇനി മുന്നോട്ട് എങ്ങനെയാണ് പോകുന്നതെന്ന് അറിയണം. ഒപ്പം തന്നെ നമ്മളെ സംബന്ധിച്ച് നമ്മളെ ആക്രമിച്ച് നമ്മുടെ സാധാരണക്കാരായ 26 പേരെ കൊന്ന ആ ഭീകരരെ നമുക്ക് കിട്ടണം, അല്ലേ? അതിൽ എന്ത് തീരുമാനം പാകിസ്ഥാൻ അറിയിക്കുന്നു? പാകിസ്ഥാൻ്റെ മറുപടി എന്താണെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇനി നമ്മുടെ രാജ്യത്തെ സർക്കാർ നൽകേണ്ട വ്യക്തതയാണ് ഇനി പ്രധാനപ്പെട്ട കാര്യം. തൽക്കാലം എന്തായാലും ആശ്വാസമാണ്. പാകിസ്ഥാനെ വിശ്വസിക്കാൻ പറ്റില്ല. അതിർത്തിയിൽ എത്രയോ വട്ടം ചർച്ചകൾ നടത്തിയ ശേഷവും അതിർത്തിയിൽ പലതവണ പ്രകോപനം ഉണ്ടായിട്ടുണ്ട്. അത് ഭീകരരുടെ പ്രകോപനമാണ് എന്ന് പറയും. അതേസമയം ഭീകരരുടെ ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ചെയ്യും സൈനിക മേധാവി അടക്കം. ഇതൊക്കെ നമ്മൾ ഈ ദിവസങ്ങൾ കണ്ടു. ഈ 5 ഭീകരരെ കൊന്നപ്പോൾ അതിൽ ഒരു ഭീകരന്റെ, അല്ലേ, കബറടക്ക ചടങ്ങിൽ പങ്കെടുത്തത് സൈനിക മേധാവി തന്നെയാണ്. അതാ. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ഭീകരരും സൈന്യവും പാകിസ്ഥാനിൽ 2 അല്ല 1 എന്ന് വ്യക്തമാകുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഇനി രാജ്യത്തിന് വേണ്ട വ്യക്തത സർക്കാർ വരുത്തുകയാണ് ഏറ്റവും പ്രധാനം. അതിർത്തിയിൽ ആശ്വാസമോ എന്നാണ് ചോദ്യം. അതിർത്തിയിൽ ആശ്വാസമാണ്. താങ്ക്സ് ടു ഇന്ത്യൻ മിലിറ്ററി, താങ്ക്സ് ടു ഇന്ത്യൻ സ്റ്റേറ്റ്. ഇന്ത്യയിൽ ജനിച്ചതിലൊരു പൗരൻ എന്ന നിലയിൽ അഭിമാനിക്കുന്നൊരു നിമിഷം കൂടിയാണ്. 88 മണിക്കൂർ നേരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നേർക്കുനേർ ആകാശയുദ്ധമാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തിയിൽ നമ്മൾ കണ്ടത്. ആ 88 മണിക്കൂർ നീണ്ട പിരിമുറുക്കത്തിന് ആശ്വാസമായിരിക്കുന്നു താങ്ക്സ് ടു ഇന്ത്യൻ മിലിറ്ററി മൈറ്റ്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ സ്റ്റേറ്റ് കാണിച്ച ജനാധിപത്യപരമായ അതിൻ്റെ ലീഡർഷിപ്പിനുള്ള അഭിനന്ദിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2-3 കാര്യങ്ങൾ തുടക്കത്തിൽ പറയട്ടെ. ഒന്ന്, ഇത് എന്തായിരിക്കാം പാകിസ്ഥാൻ ഇപ്പോൾ ഈ വെടിനിർത്തലിന് തയ്യാറായിട്ടുണ്ടാവുക?
ഞാൻ മനസ്സിലാക്കുന്ന രണ്ട് മൂന്ന് ഫാക്ടേഴ്സ് ഉണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഫാക്ടർ ഡെഫിനറ്റ്ലി ഇന്ത്യയിലെ അതിർത്തിയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച പാകിസ്ഥാൻ ഡ്രോണുകളും മിസൈലുകളും ലക്ഷ്യസ്ഥാനത്തെത്താതെ വളരെ കൃത്യമായി ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം S-400, ആകാശ്, L-70 തുടങ്ങിയ നമ്മളുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ തട്ടി തകരുന്ന കാഴ്ചയാണ് കണ്ടത്. മാത്രമല്ല ലോകത്തിന് മുന്നിൽ ഇന്ത്യ ഇന്ന് ഡിസ്പ്ലേ ചെയ്യുകയായിരുന്നു. പാകിസ്ഥാൻ്റെ ഹൈ സ്പീഡ് മിസൈലുകളടക്കം ഇന്ത്യയിലെ പാടത്ത് നിന്ന് എടുത്തുകൊണ്ട് വരികയാണ്. സിർസയിലെ പാടത്ത് നിന്ന് എടുത്തുകൊണ്ട് വരുന്നു, ജയ്സാൽമീറിലെ പാടത്ത് നിന്ന് എടുത്തുകൊണ്ട് വരുന്നു, ബരാമറിലെ പാടത്ത് നിന്ന് എടുത്തുകൊണ്ട് വരുന്നു, അമൃത്സറിലെ ഗോതമ്പ് പാടത്ത് വീണ് കിടക്കുന്ന ഡ്രോണുകൾ നമ്മൾ കണ്ടു. അങ്ങനെ അവന്തിപുരം മുതൽ ഭുജ് വരെ നീളുന്ന പ്രദേശങ്ങളിൽ 26 ഡെസ്റ്റിനേഷൻസിൽ ഇന്നലെ രാത്രിയിൽ നടത്തിയ അറ്റാക്ക്. ആ അറ്റാക്കിനെ പൂർണ്ണമായിട്ടും അതിജീവിച്ചു ഇന്ത്യയുടെ എയർ സ്പേസ് എന്നുള്ളതാണ് പാകിസ്ഥാനെ സംബന്ധിച്ച്. ഇനി ഇന്ത്യയുമായി കൊമ്പ് കോർത്തിട്ട് കാര്യമില്ല. ഡ്രോണുകളുടെ അവസ്ഥ ഇതാണെങ്കിൽ ഇന്ത്യയുടെ അതിർത്തി കടന്നു വരുന്ന ഫൈറ്റർ പ്ലെയിനുകളുടെ അവസ്ഥ എന്താകും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തു ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തിയിലെ എയർ സ്പേസ് എന്നുള്ളത് അത്രമേൽ ശക്തവും സുരക്ഷിതവുമാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഒരേ സമയമാണ് കേട്ടോ. ഈ ഗുജറാത്തിൽ മാത്രം 9 എണ്ണമാണ് അയച്ചത്, ജയ്സാൽമീറിൽ 10 എണ്ണമാണ് അയച്ചത്. അതിനെ നമ്മൾ വീഴ്ത്തിയ മികവോ അത്രമാത്രം മിലിറ്ററി ബ്രില്യൻസ് ആണ് നമുക്കുണ്ടായിരുന്നത്. താങ്ക്സ് ടു S-400 മിസൈൽ സിസ്റ്റം, ഒപ്പം നമ്മൾ തന്നെ നിർമ്മിച്ച ആകാശ്, നമ്മുടെ നിർമ്മിതമായ DRDO തന്നെ നിർമ്മിച്ച എയർ ഡിഫൻസ് സിസ്റ്റമാണ്. ആ 2 സിസ്റ്റത്തിൻ്റെയും കഴിവാണ് നമ്മൾ കണ്ടത്. ആൻഡ് നമ്പർ 2, ഇന്ത്യൻ മിലിറ്ററി പാലിച്ച ഹൈലി ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കുന്ന അവരുടെ മൂവ്മെൻ്റ് ആണ്. നമ്മളതിനെ മിലിറ്ററി ഭാഷയിൽ പറയുന്നത് മെഷേർഡ് ആയിട്ടുള്ള മറുപടിയാണ് നമ്മൾ കൊടുത്തത്. നോക്കൂ, ഉത്തരവാദിത്വത്തോടു കൂടി അളന്നു കുറിച്ച മറുപടിയാണ് പാകിസ്ഥാന് നമ്മൾ നൽകിയത്. പാകിസ്ഥാൻ്റെ ഒരു സിവിലിയൻ കേന്ദ്രത്തിലും നമ്മുടെ ഒരു ഡ്രോൺ പോലും പോയി പതിച്ചിട്ടില്ല. പാകിസ്ഥാൻ്റെ ഒരു റിലീജിയസ് സൈറ്റിൽ പോലും നമ്മളുടെ മിസൈൽ പോയി പതിച്ചിട്ടില്ല. പാകിസ്ഥാൻ്റെ ഭീകരവാദ പരിശീലന കേന്ദ്രങ്ങളിൽ, പിന്നെ പാകിസ്ഥാൻ്റെ ചില എയർബേസുകളിൽ, അത് ഗത്യന്തരമില്ലാതെ ഇനഫ് ഈസ് ഇനഫ് എന്ന ഘട്ടത്തിൽ നമ്മൾ നടത്തിയ റിട്ടാലിയേഷനാണ്, നമ്മൾ നടത്തിയ റെസ്പോൺസാണ്. ആ റെസ്പോൺസിനെ നമ്മൾ പറയുന്നത് അളന്നു കുറിച്ചു കൊടുത്ത മറുപടി എന്നാണ്. ഇത് രണ്ടും ഇന്ത്യൻ സേനയുടെ മിലിറ്ററി മൈറ്റ് വ്യക്തമാക്കുന്നു. ഒന്ന്, ഉത്തരവാദിത്വത്തോടു കൂടി റീസ്ട്രെയിൻ പാലിച്ചുകൊണ്ട്, സംയമനം പാലിച്ചുകൊണ്ട് നമ്മൾ നടത്തിയ പ്രത്യാക്രമണവും, ഒപ്പം നമ്മൾ ഒരു പിഴവ് പോലുമില്ലാതെ 99.99% ആക്യുറസിയിൽ നമ്മൾ പാകിസ്ഥാൻ്റെ ഡ്രോണുകളെയും മിസൈലുകളെയും നേരിട്ട നമ്മളുടെ വ്യോമ പ്രതിരോധ സംവിധാനവും, ഇത് രണ്ടുമാണ് ഈ നിമിഷത്തിൽ കൈയടി കൊടുക്കേണ്ടത്. ഒപ്പം ഇതിനുവേണ്ടി ജാഗ്രതയോടുകൂടി നിന്ന ഇന്ത്യൻ മിലിറ്ററി, ഇന്ത്യൻ സേനയുടെ ടാഗ്ലൈൻ എന്താ? റെഡി ടു സ്ട്രൈക്ക്, ട്രെയിൻഡ് ടു വിൻ എന്നാണ്. നമ്മൾ ഏതു നിമിഷവും തയ്യാറായിട്ട് നിൽക്കുകയാണ്. റെഡി ടു സ്ട്രൈക്ക് ആൻഡ് ട്രെയിൻഡ് ടു വിൻ എന്നാണ് സിന്ദൂരിലെ ആക്രമണത്തിന് ശേഷം പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഏറ്റവും ഒടുവിൽ പാകിസ്ഥാന് കൊടുത്ത താക്കീതിലും ആ മിലിറ്ററിയുടെ ആത്മവിശ്വാസത്തിൻ്റെ പ്രതിഫലനമാണ് കാണാൻ കഴിയുന്നത്. പാകിസ്ഥാനോട് പറയുന്നു, ഇന്ന് നടത്തിയ പ്രസ് മീറ്റിൽ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം പറയുന്നു, ഏതു ദുഷ്കരമായ അതിസാഹസികതയും കടുത്ത നടപടികൾ നേരിടേണ്ടി വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് തരത്തിലുള്ള നിങ്ങളുടെ ഭീകരവാദവും യുദ്ധസമാനമായ സാഹചര്യമായി കണക്കാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ അൾട്ടിമേറ്റം പാകിസ്ഥാന് മാത്രമല്ല, പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് എന്ന് നമ്മൾ വിളിക്കുന്ന അവിടുത്തെ ഭീകര പ്രസ്ഥാനങ്ങളായ ജെയ്ഷെ മുഹമ്മദിനും ലഷ്കർ-ഇ തോയ്ബയ്ക്കും, ഒപ്പം അവിടെയുള്ള ഹിസ്ബുൾ മുജാഹിദിനടക്കമുള്ള ഭീകര സംഘടനകൾക്കുമുള്ളതാണ്. ഒരു കാര്യത്തിൽ കൂടി നമ്മൾ ഇന്ത്യൻ മിലിറ്ററി അഭിനന്ദിക്കണം. ഓപ്പറേഷൻ സിന്ദൂരിൽ നമ്മൾ തിരഞ്ഞെടുത്ത 9 ടാർഗറ്റുകൾ, ആ 9 ടാർഗറ്റുകളിൽ നമ്മൾ വകവരുത്തിയത് ആരെയൊക്കെയാണ്? എണ്ണം പറഞ്ഞ ഇന്റർനാഷണൽ ടെററിസ്റ്റുകളെയാണ്. അതിലൊരാൾ ഖാലിദ് അബു ആകാശയാണ്. പാകിസ്ഥാൻ്റെ സേനാ തലവന്മാർ, സേനാ മേധാവികൾ അവരുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടു. ആരാണ് ഈ അബു ആകാശ എന്ന് പറയുന്നത്? അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ആയുധങ്ങൾ സ്മഗിൾ ചെയ്ത് പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലടക്കം എത്തിക്കുന്ന കുപ്രസിദ്ധ കുറ്റവാളിയും കുപ്രസിദ്ധ ഭീകരനുമാണ് ഈ അബു ആകാശ ഇല്യാസ് ഖാലിദ് എന്ന് പറയുന്നയാൾ. മുഹമ്മദ് യൂസഫ് അസർ എന്ന് പറയുന്നത്, ഉസ്താദ്ജി എന്നാണ് അവർ വിളിക്കുന്നത്, ഈ മസൂദ് അസറിൻ്റെ സഹോദരനാണ്. ജെയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ടയാളാണ്. IC-814 എന്ന കാണ്ഡഹാർ വിമാന റാഞ്ചലിലെ മുഖ്യ പ്രതിയാണ് ഈ കൊടും ഭീകരനായ മുഹമ്മദ് യൂസഫ് അസർ. അയാളെ നമ്മൾ മുരിഡ്കയിൽ നടത്തിയ റെയ്ഡിൽ നമ്മൾ തകർത്തു കളഞ്ഞു, അയാളെ ഇല്ലാതാക്കി, അയാളെ കൊന്നുകളഞ്ഞു. ദെൻ ഹാഫിസ് മുഹമ്മദ് ജമീൽ ജെയ്ഷെ മുഹമ്മദിൻ്റെ മറ്റൊരു കമാൻഡറാണ്. അതേപോലെ മുഡാസർ ഖാദിൻ ഖാസ് എന്ന് പറയുന്ന മറ്റൊരു കൊടും ഭീകരൻ. ദെൻ മുഹമ്മദ് ഹസൻ ഖാൻ എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിൽ തുടർച്ചയായിട്ട് ട്രെയിനിങ്ങുകൾ കൊടുക്കുകയും ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്ത കൊടും ഭീകരനാണ് ഈ 5 പേർ. ഈ 5 പേരെയും എണ്ണം പറഞ്ഞ വളരെ പ്രിസിഷനായ കൃത്യതയോടു കൂടിയുള്ള അറ്റാക്കിൽ ഇന്ത്യൻ ആർമി വകവരുത്തി എന്നുള്ളതിൽ ആ പ്രിസിഷന് നമ്മൾ കൊടുക്കേണ്ട ഒരു അഭിനന്ദനം കൂടിയാണ്. അതായത് ഓപ്പറേഷൻ സിന്ദൂർ അത്രമേൽ ഫോക്കസ്ഡായ,
മെഷേഡായ വളരെ കൃത്യമായി പ്രൊപ്പോർഷനേറ്റായ ഒരു തിരിച്ചടിയായിരുന്നു. അവിടെ കൊണ്ട് അവസാനിപ്പിക്കേണ്ടിയിരുന്നു പാകിസ്ഥാൻ. പക്ഷേ പാകിസ്ഥാൻ കാണിച്ച അമിതമായ ഉത്സാഹം, അതിസാഹസികതയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നമ്മളുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ. അതിന് ഇനി അസീം മാലിക്കും ഒപ്പം തന്നെ അസീം മുനീറും നൽകേണ്ടി വരുന്ന വില ചെറുതായിരിക്കില്ല. അസീം മുനീറിനെതിരെ അവിടെ പടപ്പുറപ്പാട് തുടങ്ങി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതാണ് ഇന്ത്യൻ ആർമിയുമായി ബന്ധപ്പെട്ട നമ്മൾ കൊടുക്കുന്ന അഭിനന്ദനം. രണ്ടാമത്തേത് ഇന്ത്യൻ സ്റ്റേറ്റിന് ഈ കാര്യത്തിൽ അവർ കാണിച്ച ജാഗ്രതയും ജനാധിപത്യ ബോധവുമാണ്. എങ്ങനെയാണ് അത് സാധ്യമായത്? നമ്പർ 1, പാകിസ്ഥാനിലെ ഓരോ റെസ്പോൺസും കഴിഞ്ഞതിന് ശേഷം പാകിസ്ഥാനിലെ റെയിൽവേ മന്ത്രി അഭിപ്രായം പറയുന്നു. റെയിൽവേ മന്ത്രി പറയുന്നത് ഞങ്ങളുടെ ന്യൂക്ലിയർ ആയുധങ്ങൾ കാണാൻ വെച്ചിരിക്കുന്നതല്ല. പാകിസ്ഥാനിലെ ഡിഫൻസ് മിനിസ്റ്റർ സ്കൈ ന്യൂസിന് ഈ ഡേർട്ടി പണി ഞങ്ങൾ വെസ്റ്റിന് തുടങ്ങിയിട്ട് കുറച്ചു കാലമായി എന്ന് പറയുന്നു. പാകിസ്ഥാനിലെ സാധാരണക്കാരായിട്ടുള്ള നേതാക്കളും പ്രതിപക്ഷ നേതാക്കൾ ബിലാവൽ ഭൂട്ടോ അടക്കമുള്ളവർ ഇന്ത്യക്കാരുടെ രക്തം സിന്ധു നദിയിലൂടെ ഒഴുക്കുമെന്ന് പറയുന്നു. ഇങ്ങനെ ഇറസ്പോൺസിബിളായ, ഉത്തരവാദിത്വമില്ലാത്ത, ജനാധിപത്യ വിരുദ്ധമായ, അൺപ്രൊഫഷണലായ ഒരു പൊളിറ്റിക്കൽ സംവിധാനമാണ് പാകിസ്ഥാനിലുള്ളതെന്ന് തെളിയിച്ചു. മറിച്ച് ഇന്ത്യയിലോ ഉത്തരവാദിത്വത്തോടു കൂടി ഈ നിമിഷം വരെയും ഇന്ത്യൻ സ്റ്റേറ്റിലെ പ്രധാനമന്ത്രി ആവട്ടെ, പ്രതിരോധ വകുപ്പ് മന്ത്രി ആവട്ടെ, എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആവട്ടെ, ആഭ്യന്തര വകുപ്പ് മന്ത്രി ആവട്ടെ, BJPയുടെ നേതാവാവട്ടെ, ഇവരിൽ ആരെങ്കിലും, പ്രതിപക്ഷ നേതാവാവട്ടെ, ഇവരാരെങ്കിലും ഈ ഇൻ്റർനാഷണൽ വിഷയത്തിലൊരു അഭിപ്രായം പറയുന്നത് നമ്മൾ കേട്ടോ? നമ്മൾ ആരെയാണ് വിശ്വാസമർപ്പിച്ചത്? നമ്മൾ വിശ്വാസമർപ്പിച്ചത് ഇന്ത്യയുടെ സേനയാണ്. ആരാണ് നമുക്ക് വേണ്ടി അഭിപ്രായം പറയാനായിട്ട് വന്നത്? പാകിസ്ഥാന് മറുപടി കൊടുക്കുന്നത് ആരാണ്? സോഫിയ ഖുറേഷി, കേണൽ സോഫിയ ഖുറേഷി, വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്. അത് തന്നെ നൽകുന്ന പ്രതീകം എന്താണ്? ഇന്ത്യയെ നിങ്ങൾ മതപരമായി വിഭജിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ഇന്ത്യയിലെ സ്ത്രീകളുടെ സിന്ദൂരം മായ്ക്കാൻ നടത്തിയ ആക്രമണത്തിന് മറുപടിയുമായി സോഫിയ ഖുറേഷിയും ഒപ്പം വിംഗ് കമാൻഡർ വ്യോമിക സിംഗും എത്തുന്നു എന്നുള്ളതാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് നമ്മൾ ഒരുമിച്ച് നിൽക്കാൻ നമ്മളെ പ്രേരിപ്പിച്ച ഒരു ഘടകം കൂടിയാണ്. അത് ഇന്ത്യൻ സ്റ്റേറ്റിന് ഇവിടെയുള്ള ജനാധിപത്യ ബോധമാണ്. അത് കൃത്യമായും മിലിറ്ററി ഓപ്പറേഷൻസ് മിലിറ്ററിക്ക് വിട്ടുകൊടുക്കുന്നു. എന്നാൽ നോക്കൂ, വളരെ കൃത്യമായി കൂടിയാലോചന നടക്കുന്നു. പ്രധാനമന്ത്രിയുടെ ലോ കല്യാൺ മാർഗിൽ എത്രയെത്ര കൂടിയാലോചനകൾ. നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്യുന്ന സമയത്തും പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഓപ്പറേഷൻ സിന്ദൂർ കോർ ടീമുമായിട്ടുള്ള ചർച്ച നടക്കുകയാണ്. ഇന്ന് തന്നെ നമ്മൾ 6 കോർ മീറ്റിങ്ങുകളാണ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടത്തിയത്. ഓരോ മീറ്റിംഗും നടക്കുന്നു, കൃത്യമായ റിവ്യൂ നടക്കുന്നു. അതും പാരലായി പ്രതിരോധ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ സേനാ മേധാവിമാരുമായിട്ടും ചീഫ് ഡിഫൻസ് സ്റ്റാഫുമായി നടക്കുന്നു. മറുഭാഗത്ത് ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ പാരാമിലിറ്ററി ഫോഴ്സസിൻ്റെ മേധാവികളുമായിട്ട് ചർച്ച നടത്തുന്നു. ഇതെല്ലാം എന്താണ് സൂചിപ്പിക്കുന്നത്? നമ്മുടെ ആർമി അക്കൗണ്ടബിൾ ആണ്, നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റത്തോട് അക്കൗണ്ടബിൾ ആണ്. പൊളിറ്റിക്കൽ സിസ്റ്റം ആവട്ടെ ആർമിയിൽ വിശ്വാസമർപ്പിച്ചവർക്ക് ഓപ്പറേഷണൽ ഫ്രീഡം കൊടുത്ത് ഈ സാഹചര്യം രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കാതിരിക്കുന്നു എന്നുള്ളൊരു പൊളിറ്റിക്കൽ മെസ്സേജ് നൽകുന്നുണ്ട്. അത് വളരെ ഡെമോക്രാറ്റിക് ആയ ഒരു പൊളിറ്റിക്കൽ മെസ്സേജാണ്. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനിയോ പാകിസ്ഥാൻ്റെ എല്ലാ കുപ്രചരണങ്ങളെയും നമ്മൾ അതിജീവിച്ചില്ലേ? ഈ വാർഫെയർ കണ്ട ഏറ്റവും വലിയ കുപ്രചരണം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായ കുപ്രചരണങ്ങളാണ്. ആ ഫേക്കായിട്ടുള്ള വാർത്തകൾ എന്തൊക്കെയാണ്? ഒന്ന്, ഇന്ത്യൻ മിലിറ്ററി ഇന്ത്യയിലെ തന്നെ ഗുരുദ്വാരകൾ ആക്രമിക്കുന്നു എന്നും അതേപോലെ കോൺവെന്റുകൾ ആക്രമിക്കുന്നു എന്നുമുള്ള പച്ച കള്ളം പറഞ്ഞു. ഒടുവിൽ ഡിഫൻസും എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയും അത് പ്രൂവ് ചെയ്തില്ലേ? പൂഞ്ചിലെ ഗുരുദ്വാര തകർത്ത പാകിസ്ഥാൻ്റെ ഷെല്ലല്ലേ? അതേപോലെ പൂഞ്ചിലെ കോൺവെന്റ് തകർത്തത് പാകിസ്ഥാൻ്റെ ഷെല്ലല്ലേ? ഈ കാര്യങ്ങളടക്കം വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നിട്ട് നമ്മൾ പറഞ്ഞു നിർത്തുന്നുണ്ട്, ഇന്ത്യ ഒരു സെക്കുലർ സ്റ്റേറ്റ് ആണ്. ആ സെക്കുലർ സ്റ്റേറ്റിലെ ആർമിക്ക് ഒരിക്കലും ഒരു റിലീജിയസ് സൈറ്റിൽ, പാകിസ്ഥാൻ്റെ പോലും റിലീജിയസ് സൈറ്റിലേക്ക് നമ്മൾ ഒരു മിസൈൽ അയച്ചിട്ടില്ല. നമ്മൾ മിസൈൽ അയച്ചത് എവിടെയാണ്? ട്രെയിനിങ് സെൻറ്ററിലേക്കാണ് അയച്ചത്. മുരിഡ്കയിലെ ട്രെയിനിങ് സെൻറ്ററിലേക്കാണ്. അത് ലഷ്കർ ഇ തൊയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയും ഹിസ്ബുൾ മുജാഹിദിൻ്റെയും ട്രെയിനിങ് കേന്ദ്രങ്ങളെ മാത്രമാണ് ഞങ്ങൾ ആക്രമിച്ചത്. ലഷ്കർ ഇ തൊയ്ബയുടെ 4 കേന്ദ്രങ്ങൾ, ജെയ്ഷെ മുഹമ്മദിൻ്റെ 3 കേന്ദ്രങ്ങൾ, ഹിസ്ബുൾ മുജാഹിദീൻ്റെ 2 കേന്ദ്രങ്ങൾ, എണ്ണം പറഞ്ഞ തീവ്രവാദ സൈറ്റുകളിൽ മാത്രമല്ലേ നമ്മൾ കൃത്യമായിട്ടും മിസൈലുകൾ അയച്ചും നമ്മൾ കൃത്യമായി ഡ്രോൺ ആക്രമണം നടത്തിയും നമ്മൾ അവരുടെ ക്യാമ്പുകളെ ചാമ്പലാക്കി മാറ്റിയത്. അപ്പോൾ ആ അർത്ഥത്തിൽ മതപരമായ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് നേരെ ഇന്ത്യൻ ആർമി ഈ നിമിഷം വരെയും ഒരു അറ്റാക്ക് നടത്തിയിട്ടില്ല, നമ്മൾ നടത്തുകയുമില്ല. ബിക്കോസ് ഇന്ത്യൻ ആർമിയുടെ ടാഗ്ലൈനിൽ പറയുന്നത് പോലെ ട്രെയിൻഡ് ടു സ്ട്രൈക്ക്, റെഡി ടു സ്ട്രൈക്ക് ആൻഡ് ട്രെയിൻഡ് ടു വിൻ എന്നുള്ളതാണ്. അതിൽ ഇന്ത്യൻ ആർമിയിൽ തന്നെ ആ മതേതരത്വം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പല സാഹചര്യങ്ങളിലും ഒരു മിലിറ്ററി ഓപ്പറേഷൻ സമയത്ത് നമ്മൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് ആർമിയെ അല്ലെങ്കിൽ സൈന്യത്തെ? ആ സമയത്ത് അത് മാത്രമേ നമ്മുടെ നാട്ടിൽ ഒരു രാജ്യം എന്ന നിലയിൽ നമ്മൾ നിലനിന്നെങ്കിൽ മാത്രമേ ആ രാജ്യത്തിനുള്ളിലെ ഭരണഘടനയെക്കുറിച്ചും ഭരണഘടന നൽകുന്ന അവകാശങ്ങളെക്കുറിച്ചും സംസാരിക്കാൻ നമ്മൾ ബാക്കിയാവുകയുള്ളൂ എന്ന ബോധ്യമാണ് ഇന്ത്യൻ സൈന്യത്തിലുള്ള വിശ്വാസത്തിൻ്റെ കാരണം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഓപ്പറേഷൻ ത്രൂ ഔട്ട് ഇന്ത്യൻ സൈന്യത്തിൽ നിന്നത്. എന്തൊക്കെയായിരുന്നു വ്യാജ പ്രചരണങ്ങൾ? ഇന്ത്യയുടെ ബേസുകൾ തകർത്തുവെന്നോ? സൂററ്റിലെയും സിറാസിലെയും സിർസയിലെയും ഒക്കെ എയർ ബേസുകളുടെ ചിത്രങ്ങൾ കാണിച്ചുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. ഒരു പോറൽ പോലും ഏറ്റില്ല. ഇന്ത്യയിലെ ബ്രഹ്മോസിനെ തകർത്തെന്നോ? ബ്രഹ്മോസ് ഇന്ത്യ പ്രയോഗിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ്, പുറത്തെടുത്തിട്ടേ ഇല്ല എന്നുള്ളതാണ്. ബ്രഹ്മോസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇന്ത്യയുടെ തന്നെ ഈവൻ ഹൈസ്പീഡ് മിസൈൽ
മിസൈലുകൾ ഏതെങ്കിലും ഒരെണ്ണം വിട്ടാൽ തീരാവുന്നതേ ഉള്ളൂ. പാകിസ്ഥാൻ്റെ ഈ പ്രതിരോധം എന്ന് ലാഹോറിൽ നടന്ന അറ്റാക്കിലൂടെ നമ്മൾ പ്രൂവ് ചെയ്തതാണ്. സോ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നത്, ഇത് അതിർത്തിയിൽ ആശ്വാസം വന്നതിന് നമ്മൾ ഏറ്റവും കൂടുതൽ നന്ദി അർപ്പിക്കേണ്ടവരിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തീർച്ചയായിട്ടും ഇന്ത്യൻ മിലിറ്ററി ഫോഴ്സാണ്, ഇന്ത്യൻ എയർഫോഴ്സ്, ഇന്ത്യൻ ആർമി. ഒപ്പം കറാച്ചിയിൽ നേരെ ആക്രമണത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്ന INS വിക്രാന്ത്, അതിർത്തിയിൽ നാവിക അതിർത്തിയിലുള്ള നമ്മളുടെ INS വിക്രാന്ത് അടക്കമുള്ള സേനാ മേധാവിമാരോട്, ഒപ്പം അതിനെ കോർഡിനേറ്റ് ചെയ്ത പൊളിറ്റിക്കൽ സിസ്റ്റത്തോട്, അതിനോടൊപ്പം സഹകരിച്ച പ്രതിപക്ഷത്തോട്, ഒപ്പം നിന്ന ഇന്ത്യൻ പൗരൻ. നോക്കൂ, 1971 ശേഷം ഇങ്ങനെയൊരു വെസ്റ്റേൺ ഫ്രണ്ടിൽ ഇത്രയും രൂക്ഷമായിട്ടുള്ള ഒരു ആകാശയുദ്ധം നമ്മൾ കണ്ടിട്ടില്ല. കാർഗിൽ യുദ്ധമൊക്കെ വളരെ ലിമിറ്റഡ് സ്കെയിലിൽ കാർഗിൽ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു. 4 സ്റ്റേറ്റിലെ പൊതുജനങ്ങളും സംവിധാനങ്ങളുമാണ് ഈ യുദ്ധത്തോട് സഹകരിച്ചത്. അതുകൊണ്ട് ഇന്ത്യയിലെ പൗരജനങ്ങൾക്കും ഇതൊരു പുതിയ അനുഭവമായിരുന്നു. സൈറൺ മുഴങ്ങുന്നത്, മോക്ക് ഡ്രിൽ വരുന്നത്, ബ്ലാക്ക് ഔട്ട് ആവുന്നതൊക്കെ നമ്മൾ കണ്ടു. ഇതൊക്കെ നമുക്ക് കിട്ടിയൊരു ട്രെയിനിങ് കൂടിയാണ്. ആ ഉത്തരവാദിത്തപ്പെട്ട പൗരബോധം പ്രദർശിപ്പിച്ച ഇന്ത്യയിലെ ജനങ്ങൾക്കുള്ള ഒരു വിജയം കൂടിയായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലെടുത്ത തീരുമാനമാണ്. അവകാശവാദവുമായി ഒരുപാട് പേര് വന്നേക്കാം, പക്ഷേ ഇന്ത്യയുടെ ഫോറിൻ പോളിസി അനുസരിച്ച് ഇതൊരു ബൈലാറ്ററൽ ഇഷ്യൂ ആണ്. അതിന് പുറത്തുനിന്ന് ആരുടെയും പിന്തുണ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ചോദിക്കും, എന്താണ് പിന്നെ പാകിസ്ഥാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്? രണ്ട് ഫാക്ടേഴ്സ് ആണെന്നാണ് ഞാൻ 3 ഫാക്ടേഴ്സേ ഉള്ളൂ. ഒന്ന്, ഇന്ത്യയുടെ മിലിറ്ററി മൈറ്റ്, ഇനി പോരാടി അധിക നേരം നിൽക്കാൻ കഴിയില്ല. നമ്പർ 2, IMF-ൽ നിന്ന് ലഭിച്ച $1 ബില്യൺ. അതിനൊരു കണ്ടീഷൻ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡീഎസ്കലേറ്റ് ചെയ്യരുത് എന്ന കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ ഇല്ലെങ്കിൽ 10,000 കോടി രൂപ പാകിസ്ഥാന് കിട്ടൂല. പാകിസ്ഥാൻ ഒരു ദരിദ്ര രാഷ്ട്രമാണ് ഇതിനകം തന്നെ. ഒരു പക്ഷേ ആ ഉപാധി അവിടെ വെച്ചിട്ടുണ്ടാവാം. നമ്പർ 3, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആഭ്യന്തര കലാപം. പാകിസ്ഥാൻ്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ നടക്കുന്ന ആക്രമണങ്ങൾക്ക് സൈന്യത്തെ പിൻവലിക്കണം. അതിന് ഇന്ത്യൻ അതിർത്തിയിലുള്ള സൈന്യത്തെ പിൻവലിച്ചാൽ മതിയാകൂ. ഒരേ സമയം ഇന്ത്യയുടെ പാകിസ്ഥാൻ്റെ കിഴക്കൻ അതിർത്തിയും പാകിസ്ഥാൻ്റെ പടിഞ്ഞാറ് അതിർത്തിയും സംരക്ഷിക്കാനുള്ള പാങ്ങ് പാകിസ്ഥാനില്ല. ആഭ്യന്തര യുദ്ധം ഒരേ സമയം നടക്കുന്നു. അതും ഒരു പ്രധാനപ്പെട്ട കാരണമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചുരുക്കത്തിൽ ഇപ്പോൾ അതിർത്തിയിൽ ആശ്വാസമാണ്. അതിർത്തിയിലുള്ള മനുഷ്യർക്ക് ഇനി അവരുടെ പക്ഷേ വീടുകളിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ പല വീടുകളും അതേ അവസ്ഥയിലില്ല. ആ ദൃശ്യങ്ങൾ ആദിൽ പാലോട് പകർത്തി നമുക്ക് തന്ന ദൃശ്യങ്ങളുണ്ട്. ആ ദൃശ്യങ്ങൾക്കൊക്കെ താൽക്കാലികമായല്ല, സ്ഥിരമായിട്ടൊരു അന്ത്യമുണ്ടാവണം എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. സമാധാനത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ ഒരു പുലരിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞ വാചകം തന്നെയാണ് ഈ മണിക്കൂർ ഏറ്റവും പ്രധാനപ്പെട്ട വാചകം. നിങ്ങൾക്ക് സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാം. യു ക്യാൻ സെലക്ട് ഫ്രണ്ട്സ് ബട്ട് യു കാൻ സെലക്ട് നൈബേഴ്സ്. നിങ്ങൾക്കൊരിക്കലും അയൽവക്കക്കാരെ, നിങ്ങളുടെ അയൽവാസികളെ തിരഞ്ഞെടുക്കാൻ കഴിയില്ല. പറഞ്ഞത് അടൽ ബിഹാരി വാജ്പേയി. അതിർത്തിയിൽ ആശ്വാസമോ എന്നാണ് ചോദ്യം. ആന്റോ അഗസ്റ്റിൻ 88 മണിക്കൂർ നീണ്ട സംഘർഷത്തിനൊടുവിൽ ആ സംഘർഷത്തിന് അയവ് വന്നിരിക്കുന്നു. ഇനിയിപ്പോൾ അങ്ങനൊരു വെടിനിർത്തൽ ഇപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നു, താൽക്കാലികമായെങ്കിലും നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് മറ്റന്നാൾ വീണ്ടും DGMO തലത്തിലുള്ള മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർമാർ തലത്തിലുള്ള ഒരു ചർച്ച നടക്കുമെന്ന് പറയുന്നത്. ആശ്വാസമാണോ ഇപ്പോൾ? അരുൺ, ഇന്ന് 3:35 പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നും ഒരു വിളി വരുന്നത് അവരുടെ കയ്യിൽ ഒരു ആയുധവുമില്ല എന്നുള്ളതാണ്. ഒരു സംവിധാനം അവരില്ല. അവരിൽ ആകെയുള്ളത് ഭീകരവാദം മാത്രമാണ്. ആ ഭീകരവാദത്തിൻ്റെ കൂടെ നിന്നിട്ട് അവർ ഈ കഴിഞ്ഞ നാളുകൾ മുഴുവൻ, ഈ കഴിഞ്ഞ 88 മണിക്കൂറായി ഭീകരവാദികൾ എന്താണോ ഒരു രാജ്യത്തിനെതിരെ ചെയ്യുന്നത് അത് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അവരുടെ മുന്നിൽ എന്താ പറയുക, നമ്മുടെ മലയാളത്തിൽ പറഞ്ഞ ഒരു തേങ്ങാക്കൊലയില്ല. പിന്നെന്താണ്, ചൈനയിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ള കുറേ ആയുധങ്ങൾ എല്ലാം പോണ വഴിക്ക് പൊളിഞ്ഞു വീഴുകയാണ്. ഒരു സംവിധാനം അവരുടെ കയ്യിലില്ല എന്നുള്ളതാണ്. വലിയ രീതിയിൽ ലോകരാജ്യങ്ങൾക്ക് പാകിസ്ഥാൻ്റെ വലിപ്പം മനസ്സിലാക്കി കൊടുത്തു എന്നുള്ളതാണ്. വെറും 88 മണിക്കൂറോട് ഇന്ത്യയുടെ അറ്റാക്ക് താങ്ങാനുള്ള, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ചെറുത്തുനിൽപ്പ് താങ്ങാനുള്ള ഒരു ശക്തി പോലും ഈ പറയുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിലില്ല എന്നുള്ളതാണ്. ഞാൻ വിചാരിക്കുന്നില്ല പാകിസ്ഥാൻ്റെ ശൈലി പ്രകാരം അവർ ഇതുപോലെ നിർത്താനൊന്നും തയ്യാറാകുന്ന കൂട്ടത്തിലാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എന്താണ്, അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അതിർത്തി മേഖലയിൽ മലയാളത്തിൽ പറഞ്ഞാൽ കല്ല് പടക്കി എറിയുന്ന പരിപാടിയാണ്. അവരെപ്പോഴും എല്ലാ കാലങ്ങളും അവർ ചെയ്തുകൊണ്ടിരുന്ന പരിപാടി അതാണ് അവരുടെ ശൈലി എന്ന് പറയുന്നത്. അവരുടെ മോട്ടോറിങ് മിസൈലുകൾ നമ്മുടെ രാജ്യത്തേക്ക് വിടുന്നു. അവരുടെ ആർമിയാണ് അവിടുത്തെ സംവിധാനങ്ങൾക്ക് മുഴുവൻ നേതൃത്വം കൊടുക്കുന്നത്. ഈ പറയുന്ന അതിർത്തി മേഖലകളിൽ മുഴുവൻ പ്രകോപനം നടത്തുന്നത് അവിടുത്തെ ആർമിയാണ്. പണ്ടും അങ്ങനെ തന്നെയാണ്. ആ ആർമിയുടെ ഭാഗമായി നിൽക്കുന്നവർ 80% വരുന്നവരും തീവ്രവാദികളാണ്. തീവ്രവാദ കേന്ദ്രങ്ങളെ ഉണ്ടാക്കി കൊടുക്കുന്നവരാണ്, അതിനുവേണ്ട സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുന്നവരാണ്. അങ്ങനെയുള്ള സംവിധാനങ്ങളുടെ ഭാഗമായി മാത്രം നിൽക്കുന്ന ഒരു രാജ്യത്തെ സംവിധാനത്തെ 88 മണിക്കൂറും കൊണ്ട് വിറപ്പിച്ചു എന്നുള്ളതാണ് ഇന്ത്യൻ
സൈന്യത്തിൻ്റെ ഏറ്റവും വലിയ മികമെന്ന് പറയുന്നത്. ഇന്ത്യൻ സൈന്യത്തിൻ്റെ പോയിട്ട് അതിൻ്റെ ഒരു ഭാഗത്തിൻ്റെ ശൈലി എന്താണ് അടി പോലും ഏറ്റെടുക്കാനുള്ള ശേഷി ഈ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്തിന് ഇല്ല എന്നുള്ളതാണ്. എന്താണ് നമ്മളെന്നും ഭീകരവാദത്തിനെതിരാണ് യുദ്ധം ചെയ്തിട്ടുള്ളത്. ഇന്നും എല്ലാവരും പറയുന്നത് എന്താണ്, ഇന്ന് നമ്മുടെ പത്രസമ്മേളനം ബ്രീഫിംഗ് നടക്കുന്ന എന്താണ്, നമ്മൾ ഭീകരവാദത്തിനെതിരാണ് യുദ്ധം ചെയ്തത്. നമ്മളെ ചെതിർത്ത് നിൽപ്പ് മാത്രമാണ് നമ്മൾ നടത്തിയിട്ടുള്ളതാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവർ പറഞ്ഞത് കാര്യങ്ങൾ മുഴുവൻ നുണയാണ്. ഒരക്ഷരം പോലും നല്ല കാര്യം പറഞ്ഞില്ലല്ലോ. അവർ പറഞ്ഞു നമ്മുടെ ബ്രഹ്മോസ് ബേസ് ആക്രമിച്ചു, ആക്രമിച്ചിട്ടില്ല. നമ്മുടെ എന്താണ് വിമാനത്താവളങ്ങൾ ആക്രമിച്ചിട്ടില്ല. നമ്മുടെ S-400 ആക്രമിച്ചിട്ടില്ല. നമ്മുടെ രാജ്യത്ത് ഒന്നും നടന്നിട്ടില്ല. നമുക്ക് തന്നെ അറിയാം. കാരണം ഇന്ത്യൻ മാധ്യമങ്ങളെ ഒന്നും ആരും എവിടെയും ബഹിഷ്കരിച്ചിട്ടില്ലല്ലോ. എല്ലാ വാർത്തകളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ മാധ്യമങ്ങൾ. ആ മാധ്യമങ്ങൾ എവിടെയും നമ്മൾ കണ്ടിട്ടില്ല. നമ്മളെല്ലാം നമ്മുടെ റിപ്പോർട്ടർ TV-യുടെ റിപ്പോർട്ടർമാരടക്കം ഈ പറഞ്ഞ അതിർത്തി മേലെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥലത്ത് പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു സാധനം നഷ്ടപ്പെട്ടിട്ടില്ല, അങ്ങനെ വലിയ കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടില്ല. എല്ലാ സ്ഥലങ്ങളും ആകാശത്ത് തന്നെ വെച്ച് നമ്മുടെ S-400 നിഷ്ഫലമാക്കി പൊളിച്ച് കളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അവരെ സംവിധാനം ഒരു ലക്ഷ്യത്ത് പോലും മിസൈൽ അവർക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള. അവരുടെ ഡ്രോണുകൾ എവിടെയാണ്, നമ്മുടെ വയലുകളിലും വിജനമായ പ്രദേശങ്ങളും പോയി വീഴുകയാണ് ചെയ്തിട്ടുള്ളത്. എല്ലാം നമ്മുടെ ആർമി തകർത്തു എന്നുള്ളതാണ്. അപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലോകരാജ്യങ്ങൾക്ക് ഇന്ത്യയുടെ ശക്തി മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്, ഈ പാകിസ്ഥാൻ്റെ കഴിവ് എത്രയുണ്ട്. നമ്മൾ പണ്ട് കാലങ്ങളിൽ പറയുമായിരുന്നു ഒരു ദിവസം അടിച്ചാൽ തീരുന്നതേ ഉള്ളൂ പാകിസ്ഥാൻ എന്നുള്ളത്. നമ്മൾ വെറുതെ വാക്ക് പറഞ്ഞ കാര്യമാണ്. വെറുതെ ഒരു ദിവസം ഇന്ത്യയുടെ അടി താങ്ങാനുള്ള ശേഷി പാകിസ്ഥാനില്ല എന്നുള്ളതാണ്. അവിടെ ഇന്ത്യയുടെ ഒരു ആക്രമണം ഒരു ചെതിർത്തിപ്പ് വന്ന സമയത്ത് തന്നെ അവിടുത്തെ നേതാക്കന്മാർ തമ്മിലടിക്കുകയാണ്. അവിടെ ഭൂലോകമായി അവരെല്ലാം പറയുന്നത് അവരുടെ ശൈലിയിൽ അവർ പ്രധാനമന്ത്രിക്കെതിരെ തിരിയുന്നു, അവിടുത്തെ MP പ്രധാനമന്ത്രിക്കെതിരെ തിരിയുന്നു, അവിടുത്തെ മിലിറ്ററി കമാൻഡൻറ്റിനെതിരെ തിരിയുന്നു, മിലിറ്ററി മേധാവിക്കെതിരെ തിരിയുന്നു. അതുപോലെ ശക്തമായ രീതിയിലുള്ള പ്രകോപനം പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യയിലേക്ക് വരുമ്പോഴും ഇന്ത്യ തിരിച്ചടിക്കുകയല്ല ചെയ്തില്ല. തിരിച്ചടിക്കുന്നതിന് മുൻപേ ആദ്യം ചെതിർത്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഇന്ത്യയുടെ ഒരു മിലിറ്ററിയുടെ സംവിധാനത്തിനെ ഒന്നും തൊടാനോ അതിൻ്റെ 7 അയലക്കത്ത് വരാൻ പോലും പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ മിലിറ്ററി ആയുധങ്ങൾ. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബഡ്ജറ്റിൻ്റെ ഇത്ര ശതമാനം മിലിറ്ററി സംവിധാനത്തിൽ മാറ്റിവെക്കുമെന്ന് പറയുന്നതാണ്. നമ്മുടെ 7,000 കോടി രൂപയാണ് ഈ പറഞ്ഞ S-400 വില. നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങിയതാണ്. 7,000 ഒരു സിസ്റ്റത്തിന് അങ്ങനെ 35,000 കോടി രൂപേൻ്റെ സാധനം വാങ്ങുന്ന സമയത്ത് ആ സമയത്ത് വിമർശിച്ച ആൾക്കാരുണ്ടാവില്ലേ. 35,000 കോടി എന്താണ് 5 മെഷീനാണ് എന്നുള്ളതാണ്. അതുപോലെ റാഫേൽ വിമാനം വാങ്ങുന്ന സമയത്ത് നമ്മളെന്താ പറഞ്ഞത്, അത് ഇത്രയധികം വിമാനം അഴിമതിയാണെന്ന് പറഞ്ഞ് വാർത്ത നടത്തിയ രാജ്യങ്ങളാണ് ഈ പറയുന്ന ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പം ശക്തമായ രീതിയിൽ നമ്മുടെ ആയുധശേഖരം ഒന്നും പാകിസ്ഥാൻ്റെ കയ്യിൽ ഇനി കാര്യമായിട്ട് ഒന്നും ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവർക്ക് പ്രയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ അവർ പ്രയോഗിച്ചിട്ടുണ്ട്. അവർക്ക് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ 20 കിലോമീറ്റർ അടുത്ത് വരെ നമ്മളെത്തി ഇല്ലേ. അവിടെ വിമാനത്താവളത്തിൽ അവർക്ക് നമ്മുടെ ഏരിയയിൽ കൂടെ എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. അവർ ചെയ്യുന്നത് സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ സാധാരണക്കാരായ പാവപ്പെട്ട കർഷകരുടെ അടുത്ത് അതിർത്തിയിലുള്ള കർഷകരുടെ അടുത്തേക്കും മാത്രമാണ് അവരെ ഷെല്ലാക്രമണം എത്തിയിട്ടുള്ളത്, അവരുടെ വെടിവെപ്പ് എത്തിയിട്ടുള്ളത്. അല്ലാതെ അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. അപ്പം ശക്തമായ രീതിയിലുള്ള ഇന്ത്യയുടെ പ്രതിരോധം താങ്ങാനുള്ള ഒരു ശേഷിയും ഈ പറഞ്ഞ പാകിസ്ഥാൻ ഇല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ചൈന എക്സ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ചൈന ഉണ്ടാക്കുന്ന പ്രതിരോധ എക്യുപ്മെൻറ്റുകൾ 80% വാങ്ങുന്നത് പാകിസ്ഥാനാണ്. ആ 80% വാങ്ങുന്ന പാകിസ്ഥാൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പം ഒരു കാര്യം കൂടെ ഉറപ്പിക്കാനായി, ഈ ആയുധം വെച്ചിരിക്കുന്ന ചൈനേൻ്റെ അവസ്ഥ ആലോചിച്ചാൽ മതി. ചൈന പറഞ്ഞത്, ചൈന പറയുന്നത് ഞങ്ങൾ പ്രതിരോധ സംവിധാനങ്ങൾ അധികം ഞങ്ങളുടെ കയ്യിൽ ആവശ്യമില്ല, എല്ലാം ഞങ്ങൾ സ്വന്തമായിട്ട് നിർമ്മിക്കുന്നതാണെന്ന് പറയുന്നത്. ഈ നിർമ്മിക്കുന്ന സാധനമാണ് ചൈന വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ സാധനം കൊടുത്തിട്ടാണ് പാകിസ്ഥാൻ ഒഫീഷ്യലായി തന്നെ കംപ്ലയിൻറ്റ് ചെയ്തു, നിങ്ങൾ തന്ന ഈ പറഞ്ഞ സൈനിക സംവിധാനങ്ങൾ യൂസ് ചെയ്യുന്ന എല്ലാ ഉപകരണങ്ങളും തല്ലിപ്പൊളിയാണ്, ഇനി ഈ സാധനം ഈ ചൈനയായിട്ട് ബന്ധപ്പെട്ട് ചെയ്യില്ല എന്നുള്ളത്. അപ്പം അവരുടെ ഒരു സംവിധാനത്തെയും നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയാണ് വന്നിട്ട് പറയുന്നത് ഓരോ കാര്യങ്ങളും. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരക്ഷരം വേണ്ടിയിട്ടുണ്ടോ? ഒരക്ഷരം വേണ്ടിയിട്ടില്ല. അതുകൊണ്ട് ഇന്ത്യയുടെ ആർമിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തതിന് ശേഷം ഇന്ത്യൻ ആർമിയാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത്. ഇന്ത്യൻ ആർമിയാണ് പ്രസ് ബ്രീഫിംഗ് നടത്തുന്നത്. അവർക്ക് എന്താണോ ചെയ്യേണ്ടത് എല്ലാം ഇന്ത്യൻ ആർമിയാണ് ചെയ്യുന്നത്. പക്ഷേ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി പറയുന്നു, MP പറയുന്നു, ഉപപ്രധാനമന്ത്രി പറയുന്നു, എല്ലാവരും നിലവിളിക്കുകയാണ്. ഇന്ത്യ ചതിച്ചു എന്നാണ് പറയുന്നത്. ഇന്ത്യ ചതിച്ചു എന്ന് പറഞ്ഞാൽ ഇവർ തീവ്രവാദം വളർത്തുകയും തീവ്രവാദമായി മുന്നോട്ട്
കൊണ്ടുപോവുകയും വലിയ ശക്തമായ രീതിയിൽ ഇന്ത്യക്കെതിരെ പ്രകോപനം സൃഷ്ടിക്കുകയും ചെയ്തിട്ട് ഒരടി താങ്ങാനുള്ള ശേഷി പാകിസ്ഥാൻ ഇല്ലാതായി എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താണ്, ഈ പറയുന്ന സംവിധാനം ഇവർ തുടരാൻ തന്നെയാണ് സാധ്യത എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. കാരണം അവരുടെ മനസ്സിലുള്ളതും അവരുടെ ജീനിലുള്ളതും തീവ്രവാദമാണ്. ആ തീവ്രവാദം എന്നും പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടേ സ്വീകരിച്ചിട്ടുള്ളൂ. എത്ര കൊല്ലങ്ങളായി അവരതാണ് നടത്തിക്കൊണ്ട് പോകുന്നത്. ആ തീവ്രവാദം ഇനി തുടർന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആയിരിക്കില്ല എന്നുള്ളതാണ് അവർക്ക് നല്ല രീതിയിൽ അറിയാം. അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ഇങ്ങോട്ട് വിളിച്ചിട്ട് പറയുന്നത് ഞങ്ങൾ വെടിനിർത്തലിന് തയ്യാറാണ് എന്ന് പറയുന്നത്. അപ്പം വെടിനിർത്തൽ തയ്യാറാണ് എന്ന് പറയുന്ന സംവിധാനം ഇന്നലെയൊക്കെ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ അണുവായുധം പ്രയോഗിക്കും, ഞങ്ങൾ തിരിച്ചടിക്കും, ഞങ്ങൾ തകർക്കാൻ പറ്റാത്ത മതിൽ എന്ന് പേരൊക്കെ ഇട്ടിട്ടൊരു ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ആ ഓപ്പറേഷനൊക്കെ എതിൽ പോയത് കണ്ടിട്ടില്ല. ഒരു തകർക്കാൻ പറ്റാത്ത മതിൽ നിന്നായിരുന്നു അതിന് പേരിട്ടത്. അതോടുകൂടി തന്നെ അത് തീർന്നു. അപ്പം ശക്തമായ രീതിയിൽ ഇന്ത്യയുടെ പ്രതിരോധം ഏറ്റെടുക്കാൻ പ്രതിരോധം താങ്ങാനുള്ള ശേഷി പാകിസ്ഥാൻ ഇല്ല എന്നുള്ളത് എൻ്റെ അഭിപ്രായം. പക്ഷേ ഈ പ്രകോപനം തുടരുമോ എന്ന് ചോദിച്ചാൽ തുടരാനാണ് പാകിസ്ഥാൻ്റെ ഒരു ജീൻ വെച്ചിട്ട് സാധ്യത എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.